A+ ട്യൂബിലേക്ക് സ്വാഗതം. ഇന്ന് രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും അതുപോലെ പൊതുജനങ്ങളുമൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിവരമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് കുട്ടിയുടെ ജനനം രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. അവൻ ഇന്ത്യൻ പൗരനായി കണക്കാക്കപ്പെടുന്നത് ഈ രജിസ്ട്രേഷനിലൂടെയാണ്. ജനനം കഴിഞ്ഞ് 21 ദിവസത്തിനുള്ളിൽ നമ്മൾ ഈ രജിസ്ട്രേഷൻ നടത്തേണ്ടതുണ്ട്. അത് കഴിഞ്ഞാലും ഫീസ് അടച്ച് നമുക്ക് രജിസ്ട്രേഷൻ നടത്താം. പക്ഷേ അതിനൊക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് നമ്മൾ 21 ദിവസത്തിനുള്ളിൽ തന്നെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. ഹോസ്പിറ്റലിലാണ് പ്രസവം നടക്കുന്നതെങ്കിൽ ആശുപത്രികളിൽ തന്നെ അവർ ഈ രജിസ്ട്രേഷൻ നടപടികൾ നടത്തി ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ഈ വിവരം രേഖാമൂലം അറിയിക്കുകയും ചെയ്യും. പക്ഷേ വീട്ടിൽ വെച്ച് ഈ ജനനം സംഭവിക്കുകയാണെങ്കിൽ ആ രജിസ്ട്രേഷൻ വീട്ടിലുള്ള മുതിർന്ന അംഗം തന്നെ ഈ തദ്ദേശ സ്ഥാപനത്തിൽ അറിയിച്ച് കുട്ടിയുടെ രജിസ്ട്രേഷൻ നടത്തേണ്ടതുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ചിട്ടുള്ള നടപടിക്രമങ്ങളല്ല ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പകരം ഇങ്ങനെ ജനനം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും കുട്ടികളുടെ പേരുകൾ പിന്നീട് നമ്മൾ മാറ്റാറുണ്ട്. ഇങ്ങനെ പേരുകൾ മാറ്റുമ്പോൾ ആ പേരുകൾ ആ കുട്ടിയുടെ സ്കൂൾ രേഖകളിലും ജനന സർട്ടിഫിക്കറ്റിലും ഒക്കെ മാറ്റം വരുത്തണം എങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള വിവരമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട സർക്കാർ തീരുമാനം വന്നിട്ടുണ്ട്. ആ തീരുമാനമാണ് നിങ്ങളെ അറിയിക്കുന്നത്. ആദ്യം അറിയേണ്ടത് നിലവിലുള്ള സ്ഥിതി എന്താണ് എന്നുള്ളതാണ്. നിലവിൽ കേരള സിലബസിൽ പഠിച്ച ഒരു കുട്ടിക്ക് ഗസറ്റ് വിജ്ഞാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ SSLC സർട്ടിഫിക്കറ്റിലും സ്കൂൾ രേഖകളിലും പേരു മാറ്റാനും തുടർന്ന് ഈ സ്കൂൾ രേഖകളുടെ അടിസ്ഥാനത്തിൽ ബർത്ത് സർട്ടിഫിക്കറ്റിൽ തിരുത്തൽ വരുത്താനും അവസരം ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ നിലവിൽ ആ അവസരം ഉണ്ട്. അതിലൊരു മാറ്റമാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. ഈ സാധാരണ നിലയിൽ നമ്മൾ പേര് മാറ്റുകയാണെങ്കിൽ പേര് മാറ്റുന്ന വിവരം ഗസറ്റിൽ നമ്മൾ പബ്ലിഷ് ചെയ്യുകയും ആ ഗസറ്റ് രേഖ നമ്മൾ സമർപ്പിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള പേരുമാറ്റങ്ങൾ ബന്ധപ്പെട്ട രേഖകളിൽ നടത്തുകയും ചെയ്യുന്നത്. എന്നാൽ ഇനി മുതൽ ഉണ്ടാകുന്ന അവസ്ഥ, അതായത് പുതിയ സർക്കാർ തീരുമാനം വന്നിട്ടുള്ളത് CBSE ICSE സ്കൂളുകളിലൊക്കെ പഠിക്കുന്നവർക്കും വിദേശത്ത് പല യൂണിവേഴ്സിറ്റികളിലും പഠനം നടത്തിയവർക്കും ഒക്കെ ഗസറ്റ് വിജ്ഞാപനം വഴി പേര് തിരുത്തൽ വരുത്തി കഴിഞ്ഞാലും അത് ഉപയോഗിച്ച് സ്കൂൾ രേഖകളിൽ മാറ്റം വരുത്താൻ കഴിയാത്തതിനാൽ ജനന സർട്ടിഫിക്കറ്റ് തിരുത്താൻ നിലവിൽ സാധിച്ചിരുന്നില്ല. സ്കൂൾ രേഖകളിൽ തിരുത്തൽ വരുത്താൻ ആദ്യം ഈ തിരുത്തൽ വരുത്തിയ ജനന സർട്ടിഫിക്കറ്റും ജനന സർട്ടിഫിക്കറ്റ് തിരുത്തുന്നതിന് പേരു തിരുത്തിയ സ്കൂൾ സർട്ടിഫിക്കറ്റും വേണമെന്നുള്ള ഒരു സ്ഥിതിയാണ് നിലവിൽ ഉണ്ടായിരുന്നത്. ഇതുവഴി പൊതുവായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ച ആളുകൾക്കും കാലതാമസം ഈ വ്യവസ്ഥ കാരണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ തീരുമാനം വരുന്നത് കേരളത്തിൽ ജനനം രജിസ്റ്റർ ചെയ്ത ആർക്കു വേണമെങ്കിലും ഗസറ്റ് വിജ്ഞാപനം വഴി മാറ്റം വരുത്തിയ പേര് ഇനി മുതൽ ജനന രജിസ്ട്രേഷനിൽ ഒറ്റത്തവണ മാറ്റാമെന്ന തരത്തിലുള്ള നിബന്ധനയാണ് പുതിയതായി വന്നിട്ടുള്ളത്. CBSE ICSE സ്കൂളുകളിൽ പഠിച്ചവർക്കും വിദേശത്ത് പഠനം നടത്തിയവർക്കുമൊക്കെ പുതിയ ഈ തീരുമാനം വളരെ അധികം ഗുണം ചെയ്യുന്നതാണ്. ഇപ്പോഴത്തെ ഈ മാറ്റം വർഷങ്ങളായി നമ്മുടെ സംസ്ഥാനത്ത് നിലനിന്നിരുന്ന ഒരു പ്രധാന സങ്കീർണ പ്രശ്നമാണ് പരിഹരിച്ചു എന്ന് സർക്കാർ
പറയുന്നത്. യഥാർത്ഥത്തിൽ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. നിലവിൽ ഉണ്ടാകുന്ന സ്ഥിതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരള സിലബസിൽ പഠിച്ച കുട്ടികൾക്ക് ഗസറ്റ് വിജ്ഞാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ SSLC സർട്ടിഫിക്കറ്റിലും സ്കൂൾ രേഖകളിലും പേര് മാറ്റാമായിരുന്നു. തുടർന്ന് ഈ സ്കൂൾ രേഖകളുടെ അടിസ്ഥാനത്തിൽ ജനന സർട്ടിഫിക്കറ്റ് തിരുത്താനും അവസരം ഉണ്ടായിരുന്നു. അതിനാണ് ഇപ്പോൾ മാറ്റം വന്നു. നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ ജനനം രജിസ്റ്റർ ചെയ്ത ആർക്കും ഗസറ്റ് വിജ്ഞാപനം വഴി മാറ്റം വരുത്തിയ പേര് ഇനി ജനന രജിസ്ട്രേഷനിൽ തന്നെ ഒറ്റ തവണ മാറ്റാം. അതനുസരിച്ച് നമുക്ക് പുതിയ ജനന സർട്ടിഫിക്കറ്റ് എടുക്കാനും കഴിയും എന്നുള്ളതാണ്. അത് വരുന്നത് പുതിയ ഈ സ്മാർട്ട് പദ്ധതിയിലൂടെയാണ്. സ്മാർട്ട് സോഫ്റ്റ്വെയറിൽ അത് അനുസരിച്ചിട്ടുള്ള ഒരു മാറ്റം ഉടനെ തന്നെ വരുത്താൻ ഉള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ സ്മാർട്ട് വഴിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാ സേവനങ്ങളും ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ പഞ്ചായത്തിലും അതനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നേരത്തെ നഗരസഭകളിൽ മാത്രമായിരുന്നു സ്മാർട്ട് നിലവിൽ വന്നത്. പൈലറ്റ് പദ്ധതികൾ ആയിരുന്നു പഞ്ചായത്തിൽ നടപ്പാക്കിയത്. ഇപ്പോൾ എല്ലായിടത്തും പൂർണ്ണമായും സ്മാർട്ട് ഏപ്രിൽ 1 മുതൽ നിലവിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പഞ്ചായത്തിലെ ചില സേവനങ്ങൾ ഒരാഴ്ചത്തേക്ക് നിർത്തിവെച്ചിട്ടുമുണ്ട് താനും. അപ്പോൾ ജനന സർട്ടിഫിക്കറ്റിൽ നമുക്ക് ഇനി കുട്ടിയുടെ പേര് മാറ്റുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് അനുസരിച്ച് തിരുത്തൽ വരുത്തുന്നതിന് വേണ്ടി നിലവിൽ ഇട്ടിരിക്കുന്ന പേര് മാറ്റി നമ്മൾ പുതിയ പേര് കുട്ടിക്ക് ഇടുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ഗസറ്റ് വിജ്ഞാപനം വഴി ഇത് ചെയ്യുന്നത്. കുട്ടിയുടെ ജനനം രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ പലരും കുട്ടിയുടെ പേര് തീരുമാനിക്കപ്പെട്ട് കാണില്ല. പകരം ഒരു പേര് നിർദ്ദേശിച്ച് ജനന സർട്ടിഫിക്കറ്റിൽ താൽക്കാലികമായി ചേർക്കും. പക്ഷേ പിന്നീട് ഈ പേര് തിരുത്താനാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അത് സ്കൂൾ രേഖകളിൽ കൂടി ആയിക്കഴിഞ്ഞാലാണ് പലപ്പോഴും പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത്. ഈ പേര് മാറ്റം പലപ്പോഴും മാതാപിതാക്കൾ ഇടുന്ന പേര് ഇഷ്ടപ്പെടാതെ കുട്ടികൾ തന്നെ അവരുടെ പേര് മാറ്റുന്ന ഒരു രീതിയും നമ്മുടെ സംസ്ഥാനത്ത് വ്യാപകമായി തന്നെയുണ്ട്. പക്ഷേ ഇടുമ്പോൾ കൃത്യമായും കുട്ടിക്ക് നിങ്ങൾ എക്കാലവും ഉറപ്പുള്ള ഒരു പേര് തന്നെ ആദ്യം ചേർത്താൽ ഇത്തരം പുലിവാലുകൾ ഒന്നും ഉണ്ടാവുകയില്ല. ജനന സർട്ടിഫിക്കറ്റിൽ ചേർക്കുന്ന പേര് തന്നെ ദയവായി നിങ്ങൾ സ്കൂൾ രേഖകളും കൃത്യമായും ചേർക്കാൻ വിട്ടുപോകരുത്. നിങ്ങൾ ആശുപത്രിയിലാണ് ബർത്ത് സംബന്ധിച്ച രജിസ്ട്രേഷൻ നടപടികൾ ആശുപത്രികളിലെ പ്രസവങ്ങളിൽ നടക്കുന്നതുകൊണ്ട് അവിടെ നിങ്ങളുടെ കൈകളിൽ ഒരു ഫോം ഏൽപ്പിക്കും. ആ ഫോം പൂരിപ്പിക്കുമ്പോൾ ദയവായി രക്ഷകർത്താക്കളുടെ പേരുകൾ കൃത്യമായും അതിനകത്ത് എഴുതാൻ വിട്ടുപോകരുത്. സ്പെല്ലിംഗ് പോലും തെറ്റാൻ ഇടവരുത്തരുത്. കാരണം അത് പിന്നീട് കുട്ടിക്ക് പ്രശ്നം ഉണ്ടാകും. രക്ഷകർത്താക്കളുടെ പേരുകൾ പോലും വ്യത്യാസം വരരുത്. അതുപോലെ കുട്ടിയുടെ പേരിൻ്റെ ഓരോ സ്പെല്ലിങ്ങും കൃത്യമായും നിങ്ങൾ നോക്കണം. ഇനിഷ്യൽ ഇടുന്നുണ്ടെങ്കിൽ കൃത്യമായും നിങ്ങൾ നോക്കണം. നിങ്ങളുടെ മേൽവിലാസം കൃത്യമായും ചേർക്കണം. ഇതെല്ലാം നിങ്ങൾ കൃത്യമായി ചെയ്താൽ മാത്രമേ ഭാവിയിൽ കുട്ടിക്ക് ഈ രേഖകൾ സംബന്ധിച്ച് പ്രശ്നം ഉണ്ടാകാതിരിക്കുകയുള്ളൂ. ഇപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ പേര് തിരുത്തിയത് സംബന്ധിച്ച വ്യക്തികൾക്ക് മാത്രമുള്ളതാണ് പുതിയ നിബന്ധന എന്നുകൂടി അറിഞ്ഞിരിക്കുക. പേര് തിരുത്തിയിട്ടില്ലാത്തവർക്ക് ഈ എപ്പിസോഡ് കൊണ്ട് പ്രത്യേക പ്രയോജനമൊന്നും ഉണ്ടാവുകയും ഇല്ല. അതുകൊണ്ട് ഇത്തരം വിവരങ്ങളെല്ലാം തന്നെ സർക്കാരിൻ്റെ പ്രധാന അറിയിപ്പുകളൊക്കെ തന്നെ ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നതാണ്. വിവരം അറിയാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ എല്ലാ ദിവസവും 6 മണിക്ക് ഏത് എപ്പിസോഡാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് കാണിച്ചുകൊണ്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. നന്ദി.